പോരിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച കേസ് ഒരു നിർണായക വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ ആർക്കും ഏകപക്ഷീയമായി വിജയം അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇരുപക്ഷങ്ങൾക്കും അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങൾ ഈ നടപടികളിലുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ ഈ വിഷയത്തിൽ ഒരു സമവായത്തിനുള്ള സാധ്യതകൾ ഉയർന്നു കാട്ടുന്നു. വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണം സംബന്ധിച്ച തർക്കമാണ് ഈ കേസിലെ പ്രധാന വിഷയം. സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണർക്കും സർക്കാരിനും പേരുകൾ നിർദ്ദേശിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചതോടെ ഇരു കക്ഷികളും പ്രാതിനിധ്യം ലഭിക്കാനുള്ള സാധ്യത തെളിഞ്ഞു. എന്നാൽ കമ്മിറ്റിയിൽ ഓരോ വിഭാഗത്തിൽ നിന്നും എത്ര പേർ വീതം ഉണ്ടാകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ആർക്കാണ് മേൽക്കൈ ലഭിക്കുക എന്നുള്ളത്. സർക്കാരിന്റെയും ഗവർണറുടെയും പാനലിൽ നിന്ന് 2 പേർ വീതം ഉൾപ്പെട്ടാൽ UGC പ്രതിനിധിയുടെ നിലപാട് നിർണായകമായി മാറും. സെർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്യുന്ന വ്യക്തിയാകും ഗവർണർ വൈസ് ചാൻസലറായി നിയമിക്കുക. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം തങ്ങൾക്കാണെന്ന സർക്കാരിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്നത് ഗവർണർക്ക് ഒരു വിജയമായി കണക്കാക്കാം. കൂടാതെ ഗവർണർ നിയമിച്ച 2 താൽക്കാലിക VCമാരോടും സ്ഥാനമൊഴിയാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടില്ല എന്നതും ഗവർണറുടെ വിജയമാണ്. അതേസമയം ഗവർണറുടെ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് തടയിടുന്നതിനാണ് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് നിയമിച്ച താൽക്കാലിക VCമാരുടെ മുന്നോട്ട് പോകാനുള്ള ഗവർണറുടെ ശ്രമങ്ങൾ സുപ്രീം കോടതിയുടെ ഈ നീക്കം ഒരു തിരിച്ചടിയാണെന്ന് സർക്കാരിന് വാദിക്കാം. നിയമാധികാരി ഗവർണറാണെങ്കിലും കോടതി നിയോഗിക്കുന്ന സെർച്ച് കമ്മിറ്റി വഴി തീർപ്പുണ്ടാക്കുന്നതോടെ ഗവർണറുടെ രാഷ്ട്രീയ ഇടപെടൽ സാധ്യമാകില്ലെന്നും കരുതാം. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം ഗവർണർക്ക് നൽകിയില്ല എന്നതും സർക്കാരിന് ആശ്വാസം നൽകുന്നുണ്ട്. സുപ്രീം കോടതിയുടെ വിധി പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ലെന്നും പ്രാഥമിക നിർദ്ദേശങ്ങൾ മാത്രമാണ് നൽകിയിരിക്കുന്നതുമെന്നുമാണ് മന്ത്രി R ബിന്ദുവിന്റെ പ്രതികരണം. വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോൾ സർക്കാരുമായി കൂടിയാലോചിക്കണമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ജാഗ്രതയോടുള്ള സമീപനമാണ് കാണിക്കുന്നത്. ഈ കേസിൽ സർക്കാർ സുപ്രീം കോടതിയിൽ എത്തിയത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമത്തിനെതിരെയായിരുന്നു. എന്നാൽ കോടതി ഊന്നൽ നൽകിയത് സ്ഥിരം VCയുടെ നിയമനത്തിലാണ്. സ്ഥിരം VCക്കായി ഇരു കക്ഷികളും ചർച്ച നടത്തണമെന്ന് കോടതി മുൻപ് ഉത്തരവിട്ടിരുന്നു. ഇതിനായി മുഖ്യമന്ത്രി 2 മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയെങ്കിലും ചർച്ച നടന്നത് താൽക്കാലിക VCമാരെ നിയമിച്ചതിനെ കുറിച്ചാണ്. അനുരഞ്ജനത്തിന് സാധ്യതയില്ലെന്ന് കണ്ടപ്പോഴാണ് സുപ്രീം കോടതി സ്ഥിരം VC നിയമനത്തിന് നേരിട്ടിറങ്ങിയത്. ബംഗാൾ സർവകലാശാലകളിലെ സെർച്ച് കമ്മിറ്റി രൂപീകരണം തർക്ക വിഷയമായപ്പോഴും സമാന രീതിയിൽ കോടതി ഇടപെട്ടിരുന്നു. എത്രയും വേഗം സ്ഥിരം VCയെ നിയമിക്കാനുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം സർക്കാർ തിരക്കിട്ട് ഗവർണറുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച ഡിജിറ്റൽ സർവകലാശാല നിയമ ഭേദഗതി ഓർഡിനൻസിന്റെ പ്രസക്തി ഇല്ലാതാക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തിലും വിദ്യാഭ്യാസ മേഖലയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുപ്രീം കോടതിയുടെ അന്തിമ വിധി ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുമോ എന്ന് കണ്ടറിയേണ്ടതാണ്.